കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. ഇന്നിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ശുദ്ധിയായിരുന്നു. 25 കലശമൊക്കെ ഉണ്ടായിരുന്നു. മാസാമാസം ചെയ്യുന്ന ആ ശുദ്ധികർമ്മങ്ങളാണേ അത്. ഭഗവാന്റെ ആ വിഗ്രഹത്തിന് ആ ചൈതന്യം കൂട്ടാനായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ്. അപ്പോൾ അത് എല്ലാ മാസവും ഉണ്ടാവും. ഗുരുവായൂരപ്പനും ഭഗവതിക്കും അതുപോലെ ഗണപതിക്കും അയ്യപ്പനും ഒക്കെ ആ ചടങ്ങുകൾ നടക്കും. അപ്പോൾ ഗുരുവായൂരപ്പന് ശുദ്ധിയാവുമ്പോൾ ദർശനത്തിൻ്റെയൊക്കെ ക്രമീകരണങ്ങളുണ്ടാവും. ബാക്കിയൊക്കെ വലിയ കുഴപ്പമില്ലാതെ നടക്കും. അപ്പോൾ എന്തായാലും ആ ശുദ്ധിയൊക്കെ കഴിഞ്ഞ് പൂർവാധികം തേജസ്സോട് കൂടിയിട്ടാണ് ഭഗവാൻ ശ്രീലകത്ത് ഇങ്ങനെ ഇരിക്കണതേ. അപ്പോൾ നമുക്ക് കാണാനായിട്ട് പോകണ്ടേ. ആദ്യം തന്നെ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ മഞ്ജുളാലിൻ്റെ അവിടെ വന്നിട്ടൊന്ന് തൊഴാം. അങ്ങനെ തൊഴുത് പ്രദക്ഷിണമായിട്ട് വന്ന് നേരെ നമ്മൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകുവശത്തുള്ള അത്തിമര ഗണപതിയെ ഒന്ന് കാണാനായിട്ട് പോവാം. ഗണേശൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ ആ ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് ഇങ്ങനെ പോരുമ്പോൾ ആ കൊടിമരം കാണാം. അതിൻ്റെ മുകളിൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നേരെ നോക്കിക്കഴിഞ്ഞാൽ ആ ബലിക്കല്ല്, വലിയ ബലിക്കല്ല് കാണാം. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ നമ്മളെ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ ഇങ്ങനെ കാണാം, സ്വർണം പതിച്ചത്. അതിന് നടുക്കായിട്ട് മഹാലക്ഷ്മി ദേവീനെ കാണാം. അതൊക്കെ കണ്ട് തൊഴുതിങ്ങനെ വരുമ്പോൾ ഭഗവാന്റെ ആ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടത് വശത്തേക്ക് നോക്കിയാൽ ആ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കാം. അതുപോലെ വലത് വശത്തേക്ക് നോക്കിയിട്ട് ആ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് നോക്കി തൊഴാം. പിന്നീട് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. എന്തൊരു രസമാണെന്നറിയോ ആ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക എന്ന് പറഞ്ഞാൽ തന്നെ സന്തോഷമാണ്. അത്രയും സന്തോഷമാണല്ലോ. ഇന്നത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ തന്നെ വളരെ മനോഹരമായിട്ടുള്ള പ്രത്യേകത. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ശുദ്ധിയൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാൻ പൂർവാധികം തേജസ്സോടും ഊജസ്സോടും കൂടിയിട്ട് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ ആ ഒരു കാഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആ നെയ്വിളക്കിൻ്റെ പ്രഭയിലിങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച തന്നെ ഭഗവാന്റെ കാൽപാദങ്ങൾ കാണാണ്ട്. വലിയ ആളായിട്ടാണ് കേട്ടോ. കാൽപാദങ്ങൾ കാണാണ്ട്, ആ കാൽവളകൾ അണിഞ്ഞ് കാണാണ്ട്. മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ അങ്ങനെ ആ പട്ടിങ്ങനെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്, പാളത്താറ് പോലെ. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അരമണി കാണാണ്ട്, കിങ്ങിണി കാണാണ്ട്. മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ ഒരു മാല, 2 മാലകൾ, 3 മാലകൾ കാണാണ്ട്, വളയം പോലത്തെ മാലകൾ. അതേപോലെ ആ ഒരു പതക്കം പോലത്തെ മാല, ഒരു മുല്ലമൊട്ട് മാല അങ്ങനെ കാണാണ്ട്. പിന്നെ നോക്കുമ്പോഴോ ചതുർബാഹുവായിട്ടാണ്, 4 കൈകളോട് കൂട്ടിയിട്ട് ആണ് ഇന്നത്തെ ആ രൂപം. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. അങ്ങനെ നോക്കി വരുമ്പോൾ ഇത് ആ ചതുർബാഹു എന്ന് മാത്രമല്ല, അതിലും പ്രത്യേകത ഉണ്ട്. ഇന്ന് അവിടുന്ന് നമുക്ക് പോരാനേ തോന്നാത്ത മാതിരി കേട്ടോ. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഒരു ഭാഗം വിഷ്ണു, ഇന്ന് ശങ്കരനാരായണനായിട്ടാണ്, ശങ്കരനാരായണ സ്വരൂപത്തിലാണ്. ഒരു ഭാഗത്ത് ശങ്കരനും ഒരു ഭാഗത്ത് നാരായണനും. ആ വലത് വശത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ ചതുർബാഹുവായ 2 കൈകളിൽ കാണാനുള്ളത് വിഷ്ണുവിൻ്റെ ആ സുദർശന ചക്രം മുകളിലും താഴത്തിങ്ങനെ താമര ആ പത്മം ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ആ ഒരു കാഴ്ച. അപ്പുറത്തേക്ക് നോക്കിയാലോ, ഇടത് വശത്തേക്ക് നോക്കിയാലോ ശിവൻ മഹാദേവനായിട്ടിങ്ങനെ ആ ശങ്കരനായിട്ട് തന്നെ. അവിടെ എന്താ വെച്ചാൽ ആദ്യത്തെ ആ ഒരു കയ്യിൽ അഭയാസ്തമായിട്ടാണ് എല്ലാവരെയും അനുഗ്രഹിച്ച് നിൽക്കുക. പിന്നെ ഒരു കയ്യിലാണെങ്കിൽ ഒരു മാൻകുട്ടിയുണ്ട്. ആഹാ, എന്തൊരു രസം. വളരെ മനോഹരമായൊരു കാഴ്ച കേട്ടോ. എത്ര കണ്ടാലും നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നില്ല. ആ ഒരു അവസ്ഥയാണ്. വളരെ ദുർലഭമായിട്ടാണ് ഇങ്ങനത്തെയൊക്കെ കളഭാലങ്കാരങ്ങൾ കാണുക. അപ്പോൾ അതൊരു വലിയ കാഴ്ച തന്നെയാണ്. നമ്മളെ മനസ്സിനെ അത്രയ്ക്കും മൃദുല ചിത്തമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഒരു കാഴ്ചയാണ്. എങ്ങനെ പറഞ്ഞാലും അതിന് അധികമാവില്ല, കുറയുകയേ ഉള്ളൂ. നമ്മൾ എങ്ങനെയൊക്കെ വർണ്ണിച്ചാലും അതിൻ്റെ അങ്ങോട്ട് മുഴുവനായിട്ട് നമുക്ക് വർണ്ണിക്കാൻ കഴിയുന്ന തരത്തിലല്ല. അത്രയ്ക്കും മനോഹരം, അങ്ങനെ പറയാനേ പറ്റൂ. പിന്നെ അങ്ങനെ തിരുമുടിമാല കാണാണ്ട്, ആ കിരീടമൊക്കെ ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തിരുമുടി തെച്ചി തുളസിയായിട്ടുള്ള തിരുമുടിമാലകൾ കാണാണ്ട്. അതേപോലെ വലിയ ആ ഒരു ഉണ്ടമാലകളുണ്ട് 2 ആൾക്കും കൂടി ഉള്ളത്. ആ മുഖഭാവം തന്നെ കണ്ടാൽ തന്നെ നല്ലൊരു രസമാച്ചിട്ടാ. ശങ്കരനാരായണൻ തന്നെ ഇങ്ങോട്ട് വന്ന് അവതരിച്ചതുപോലെ ഉണ്ട് കളഭം കൊണ്ട്. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ശുദ്ധിയൊക്കെ കഴിഞ്ഞിട്ട് ആ പൂർവാധികം
തേജസ്സോടെ ഇങ്ങനെ ഭക്തരെ അനുഗ്രഹിച്ച് നിൽക്കുന്ന ശങ്കരനാരായണ സ്വരൂപത്തെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ഭഗവാന്റെ സോപാനപ്പടിയിൽ നിന്ന് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഹരേ ശങ്കരനാരായണ സ്വരൂപ എന്ന് പറഞ്ഞിട്ടിങ്ങനെ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന അവിടെ എത്തും. കാരണം അത്രയ്ക്കും മഹാവിഷ്ണുവിൻ്റെയും മഹാദേവൻ്റെയും ആ ഒരു ശക്തി അതിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ആ സോപാനപ്പടിയിൽ നിന്ന് ആ ഒരു ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ദർശനം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങിയിട്ട് ആദ്യം കാണുന്ന അഗ്നികോണിലേക്ക് നോക്കിയിട്ടൊന്ന് തൊഴാം. ആ ബലിക്കല്ല് നോക്കി തൊഴുത്, തിടപ്പള്ളി നോക്കി തൊഴുത്, അതേപോലെ ഭണ്ഡാരത്തിൻ്റെ മുകളിൽ ആയിട്ടുള്ള ആ ചുമരിൻ്റെ സമീപമുള്ള അലിലക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് സപ്തമാതാക്കളെ കണ്ട് തൊഴാം. അങ്ങനെ വരുമ്പോൾ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരിക. വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വന്നാലോ അവിടെ വന്ന് അങ്ങനെ കുറച്ചൊരു തിരക്കുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്കിങ്ങനെ പോയി ആ വിഘ്നേശ്വരൻ്റെ രൂപം കാണാം. അതിങ്ങനെ ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തി വരികയാണ്. നല്ല മനോഹരമായിട്ടുള്ള ചാർത്തലാണ് കേട്ടോ. മുഖമൊക്കെ ഇങ്ങനെ നന്നായിട്ടുണ്ട്. ആ തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ നല്ല പാവുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ധാരാളം പൂക്കളാണ്. ആ പാവുണ്ട് എടുത്താൽ തന്നെ കാണാനില്ലാത്ത വിധം അത്രയ്ക്കും പൂക്കളാണ്. പിന്നെ വലിയ സ്വർണത്തിൻ്റെ മാല അണിഞ്ഞിട്ടുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്, കാതിലൊക്കെ ചെവി പൂക്കൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗോപി തിലകമൊക്കെ തൊട്ടിട്ടുണ്ട് ഗണേശൻ. അപ്പോൾ ആ ഗണേശനെ പ്രാർത്ഥിക്കുക കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞിട്ട് സരസ്വതി അറിയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വന്ന് നമ്മൾ നോക്കുന്നത് കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കണ്ടു തൊഴാം. മത്സ്യകൂർമ്മ വരാഹം നരസിംഹ വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴാം. പിന്നെ മേൽശാന്തിയിൽ അവിടുന്ന് അർച്ചന പ്രസാദം വാങ്ങാം. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായേണ്ടത് മേൽശാന്തി തന്നെയാണ്. കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂരിപ്പാട്. അതേപോലെ കളഭാലങ്കാരം ഉണ്ടായേണ്ടത് പൊട്ടാക്കുഴി ശ്രീനാഥ നമ്പൂരിയാണ്. വളരെ നന്നായിട്ടുള്ള അലങ്കാരമാണ്. അപ്പോൾ അതൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വരുമ്പോൾ ബാക്കിയുള്ള വാമന രൂപവും അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് അനന്തപത്മനാഭൻ്റെ അടുത്ത് വരാം. അവിടെയും വന്ന് പ്രാർത്ഥിക്കാം. അവിടെയും ധാരാളം മാലകളുണ്ട്. താമരമാലയും അതേപോലെ തുളസിമാലയൊക്കെ ഇവിടെ ധാരാളമുണ്ട്. അവിടെ തൊഴുതതിന് ശേഷം നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അങ്ങനെ കണ്ട് കണ്ണൻ്റെ അടുത്ത് വരിക. കണ്ണൻ്റെ അടുത്ത് വന്നാൽ അവിടെ ധാരാളം പൂക്കളുണ്ട്. കഴിഞ്ഞ് മുരുകനെ കണ്ട് തൊഴാം. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. അവിടെ നിന്ന് കുറച്ച് കുങ്കുമം മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാവരും ഒപ്പം കൂടെ പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിരാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് നമുക്കിങ്ങനെ രാധാകൃഷ്ണനെ അതേപോലെ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നമ്മളെ ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. പിന്നെ താമരക്കണ്ണനെ കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. അങ്ങനെ തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കിഴക്ക് വശത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ കൊടിമരം കാണാം. കൊടിമരം കണ്ടിട്ടൊന്ന് തൊഴുത് അതേപോലെ ആ മണിക്കിണറും ആ നൃത്താറയൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മേരി നാരദരി വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരാം. അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. പിന്നെ ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ തൊഴാനായിട്ട് ഇങ്ങനെ പോവാം. ഭഗവതിയുടെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ അവിടെ കുറച്ചൊക്കെ തിരക്കുണ്ട്. അതിലൂടെ ഇങ്ങനെ വന്നാൽ നമുക്ക് ഭഗവതിയുടെ അടുത്തേക്ക് കാണാം. അങ്ങനെ വരുമ്പോൾ
അവിടെ നോക്കുമ്പോൾ ആ ഗോളകയാണ്. പിന്നെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നല്ല തെച്ചിപ്പൂവ് വെച്ചിട്ടുണ്ട്, തുളസി ഉണ്ട്, അങ്ങനെ ധാരാളം ഉണ്ട്. ഒരു പച്ച പട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇനി കുറച്ചും കൂടി കഴിയുമ്പോഴേക്കാവും, ഉച്ചയ്ക്ക് ശേഷമാണ് തോന്നുന്നുണ്ട് അലങ്കാരമൊക്കെ ആവുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ് കാണാനുള്ളത്. ആ ശിവേരി വിഗ്രഹത്തിൻ്റെ മുകളിലും ഉണ്ട് കേട്ടോ ധാരാളം പൂക്കൾ. പിന്നെ ഒരുപാട് അർച്ചന പൂക്കൾ ധാരാളം ഉണ്ട്. അപ്പോൾ അമ്മേനെ പ്രാർത്ഥിക്കുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് പിന്നെ വരുമ്പോൾ ആ മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കാം. ആ കോർണറിലെത്തിയാൽ നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മമ്മിയൂരപ്പനെ ഇങ്ങനെ പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ ആ ഒരു പ്രതീതിയാവും. പിന്നീട് നമ്മളിങ്ങനെ നേരെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നുകൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആ ശങ്കരനാരായണ സ്വരൂപത്തെ ഒന്നുകൂടി കണ്ട് തൊഴാം. അങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് കൂത്തമ്പലത്തിൻ്റെ അവിടെ വരിക. കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് അവിടെ നമസ്കരിക്കുക. പിന്നെ നമ്മൾ വരുന്നത് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്കാണ്. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്നിട്ട് അയ്യപ്പനെയും കണ്ട് പ്രാർത്ഥിക്കുക. അവിടെ നിന്ന് നല്ല 2 കിരീടം പോലെയാണ്, നല്ല കിരീടമായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മുഖമൊക്കെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്, മാറത്തൊക്കെ ഇങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. വലിയ മാലകളുണ്ട്, അതേപോലെ കൈവളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട് അയ്യപ്പസ്വാമി ഇരിക്കുന്നത്. അവിടെയും ധാരാളം പൂക്കളുണ്ട് കേട്ടോ, അർച്ചന പൂക്കൾ ധാരാളമുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമീനെ പ്രാർത്ഥിക്കുക കേട്ടോ, എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ഭൂതനാഥനെ കണ്ട് തൊഴുത്ത് അങ്ങനെ വരണം. അങ്ങനെ വന്നതിന് ശേഷം നമ്മൾ പ്രദക്ഷിണമായിട്ട് ഇങ്ങനെ വന്നാൽ പുറകു വശത്ത് വന്നിട്ട് ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെ കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപത്തെ കാണാം. അങ്ങനെ കണ്ട് അവിടെ നിന്ന് ഇങ്ങനെ വരിക. അങ്ങനെ വന്ന് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹം വെച്ച് ആരാധിക്കുന്ന ആ നാരായണാലയത്തിലൊന്ന് കയറി തൊഴാം. പിന്നീട് നമ്മൾ ഭഗവതി നടയിൽ വന്ന് തൊഴാം. പിന്നെ നേരെ ഭഗവാന്റെ ആ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ കിഴക്കേ നടയിൽ തന്നെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി ആ ദീപങ്ങൾ ഇങ്ങനെ കാണാൻ പ്രകാശിക്കുന്നത്. അപ്പോൾ ശങ്കരനാരായണ സ്വരൂപത്തെ ഒന്നുകൂടി കണ്ട് തൊഴുത് നമ്മളിങ്ങനെ തെക്കേ നടയിലുള്ള ആ ഒരു കൂവളത്തെ പ്രദക്ഷിണം വയ്ക്കാനായിട്ട് പോവാം. അങ്ങനെ പോകുമ്പോൾ മഹാദേവനും പാർവതീദേവിനും മനസ്സിലിങ്ങനെ വിചാരിച്ച് പോവുക. എന്നിട്ട് പ്രദക്ഷിണം വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. ഇന്ന് നമുക്ക് ചെറിയൊരു കഥ കൂടി പറയാം. ഇന്ന് നമ്മൾ പറയുന്നത് ശങ്കരനാരായണനെ തന്നെയാണ്. ശങ്കരനാരായണൻ സന്താനദായകനാണ്, രോഗനാശകരനാണ്, വിഘ്നനിവാരകനൊക്കെയാണ്. ഇതിലപ്പുറം എന്താ ഉള്ളതെന്ന് വെച്ചാൽ മുൻപൊക്കെ ശൈവരും വൈഷ്ണവരും എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ദേവന്മാരെ പൂജിക്കുന്ന വിഭാഗങ്ങളായിരുന്നു. അവർ തമ്മിൽ നിരന്തരം ശത്രുതയായിരുന്നു. നിത്യവും തമ്മിൽ കലഹങ്ങളൊക്കെ ആയിരുന്നു. ശൈവരാണ് വൈഷ്ണവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ വന്ന സമയത്ത് ശങ്കരാചാര്യർക്ക് തോന്നിയ അദ്ദേഹത്തിലൂടെ വന്ന ഒരു കാഴ്ചയായിട്ടാണ് പറയുന്നത്. ശങ്കരനും അതായത് വിഷ്ണു ആണെങ്കിലും ശിവനാണെങ്കിലും തോന്നിപ്പിച്ച ഒരു കാര്യം, ഞങ്ങളെല്ലാം ഒന്നാണ് എന്ന് പറയുന്ന ആ ഒരു കാഴ്ച ശൈവ വൈഷ്ണവ സമന്വയത്തിൻ്റെ പ്രതീകമായിട്ടാണ് ആ ശങ്കരനാരായണ സങ്കല്പം. ശിവനും മഹാവിഷ്ണുവും തമ്മിലുള്ള ഐക്യത്തെ സൂചിപ്പിക്കുന്നു. 2 മൂർത്തികളാണ് ശങ്കരനാരായണനും എങ്കിലും അർദ്ധനാരീശ്വര രൂപത്തിലുള്ള ശിവനെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ബദലായിട്ട് പാർവതീദേവിയുടെ ബദലായിട്ട് മോഹിനി രൂപം പൂണ്ട വിഷ്ണു, ആ ഒരു സങ്കല്പം കൂടി വരികയാണ്. അങ്ങനെയാണ് ശരിക്കും ശങ്കരനും നാരായണനുമായിട്ട് ഉള്ള ആ ഒരു
ആര്യ ദ്രാവിഡ സമന്വയത്തിലാണ് ഈ ശങ്കരനും നാരായണനും കൂടി രൂപം പ്രാപിച്ച് ശങ്കരനാരായണ സ്വരൂപം ഉണ്ടായത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും നമുക്ക് പൂജിക്കാൻ, കാരണം ഈ ഒരു രൂപത്തോട് കൂടിയിട്ട് ശൈവരുടെയും വൈഷ്ണവരുടെയും ആ ഒരു ജലസി കുറേയേറെ കുറഞ്ഞു എന്നുള്ളതാണ്. അവർ തമ്മിൽ പിന്നെ എല്ലാവരെയും പൂജിക്കാൻ പറ്റുന്ന തരത്തിലായി. ഇന്നും പല സ്ഥലത്തും ശൈവരും വൈഷ്ണവരും എന്നൊക്കെ പറയുമെങ്കിലും എല്ലാവരെയും പൂജിക്കാൻ പറ്റുന്ന ഉതകുന്ന തരത്തിലുള്ള ആ ശങ്കരനാരായണ സ്വാമിയെ മൂർത്തിയെ പൂജിക്കാൻ കഴിയുന്ന ആളുകൾ ധാരാളമുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ച നമുക്ക് വളരെ സന്തോഷകരമാണ്. സാധാരണഗതിയിൽ തന്നെ ഒരുവിധം ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ വിഷ്ണു ഉണ്ടാവും, വിഷ്ണു ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ശിവനും ഉണ്ടാവും. അതില്ലാത്ത വളരെ ദുർലഭം ക്ഷേത്രങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവരെല്ലാവരും ഒന്ന് തന്നെയാണ് എന്നുള്ള നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ്. അതിപ്പോൾ ശങ്കരനാരായണ സ്വരൂപത്തിലൂടെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ആ ശങ്കരനാരായണ സ്വരൂപത്തിൻ്റെ ആ ഒരു അനുഗ്രഹം കൂടി ലഭിക്കട്ടെ. എല്ലാവരെയും ഗുരുവായൂരപ്പനും ശിവനും ഒക്കെ കാത്തുരക്ഷിക്കട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.